Good morning. Myself Bintu Raj. We'll be dealing with the subject electrical technology. ഇപ്പം ഈ ഇലക്ട്രിക്കൽ ടെക്നോളജി സബ്ജക്റ്റിൽ 4 മൊഡ്യൂളാണുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക്കലി AC സിഗ്നലുമായിട്ട് അതിന്റെ ഫണ്ടമെന്റൽസുമായിട്ട് ഡീൽ ചെയ്യുന്ന മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. അതിന്റെ റെപ്രസെന്റേഷൻ, അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ടേംസുകൾ, പിന്നെ RLC സർക്യൂട്ട്, സീരീസ് ബാലൻസ് AC സർക്യൂട്ട്, എർത്തിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് തിയറം ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. അതിൻ്റെ അകത്ത് കുറച്ച് തിയറങ്ങളാണ്. ഓംസ് ലോസ്, കിർച്ചോഫ് ലോ, സൂപ്പർപോസിഷൻ തിയറം, അങ്ങനെ കുറച്ച് തിയറം ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. പിന്നെ ട്രാൻസ്ഫോമറിന്റെ കുറച്ച് ബേസിക്സും അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം, ലോസസ്, അതെല്ലാം ഡീൽ ചെയ്യും. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ DC ജനറേറ്ററും മോട്ടോഴ്സിന്റെ ആണ്. അതിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ടൈപ്സ് എല്ലാം. ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റർ AC മോട്ടോഴ്സ്, അതിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ടൈപ്സ്, സർവോ മോട്ടോർ, യൂണിവേഴ്സൽ മോട്ടോർ, അങ്ങനത്തെ കുറച്ച് മോട്ടോഴ്സ് എല്ലാം തന്നെ ആയിരിക്കും നമ്മൾ ഈ സബ്ജക്റ്റിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. AC ഫണ്ടമെന്റൽസ് മെയിൻലി ഫോക്കസ് ചെയ്യാം. ഇപ്പം നമുക്കറിയാം ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സംഭവം, ഇപ്പൊ നമുക്ക് ഈ ഇലക്ട്രിക്കൽ ടെക്നോളജി സബ്ജക്റ്റിൽ നമ്മൾ മെയിൻലി ഇലക്ട്രിസിറ്റി ആയിട്ടാണല്ലോ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം നമ്മളെ മോഡേൺ വേൾഡിനെ എത്രത്തോളം റവല്യൂഷനൈസ് ചെയ്തൊരു സംഭവമാണ്. ഓക്കെ, നമുക്ക് നമ്മൾ ഇരിക്കുന്ന റൂം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഫാൻ ഉണ്ട്, ഇലക്ട്രിസിറ്റി ഡ്രിവനാണ്. ലൈറ്റ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഡ്രിവനാണ്. നമ്മുടെ ലാപ്ടോപ്പ് ഇലക്ട്രിസിറ്റി ഡ്രിവനാണ്. മൊബൈൽ ഫോൺ ഇലക്ട്രിസിറ്റി ഡ്രിവനാണ്. നമ്മുടെ ലോക്കോമോട്ടീവ്സ് ഇലക്ട്രിസിറ്റി ഡ്രിവൺ ആണ്. അങ്ങനെ ഒരുവിധ എല്ലാ സംഭവങ്ങളും ഇലക്ട്രിസിറ്റി ഡ്രിവൺ ആണ്. അപ്പോൾ വേൾഡ് വിതൗട്ട് ഇലക്ട്രിസിറ്റി മീൻസ് അത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സംഭവം ഇന്നും ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് റവല്യൂഷനൈസ് ചെയ്യപ്പെട്ടതൊന്നല്ല. അത്രയും വർഷങ്ങൾ കൊണ്ട് അതിൽ ഒരുപാട് പ്രോഗ്രസും ഡെവലപ്പും നടന്നിട്ടാണ് റവല്യൂഷൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. ഇപ്പൊ ഈവൻ 1700s നമുക്കറിയാം ഈജിപ്ഷ്യൻസ് ഇലക്ട്രിസിറ്റിന്റെ എക്സിസ്റ്റൻസ് അന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അന്നേ അവർ അത് റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഈ ഇലക്ട്രിക് ഈൽ എന്ന് പറഞ്ഞ ഫിഷ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, തൊട്ടാൽ ഷോക്ക് അടിക്കുന്ന ഫിഷ്. അത് തണ്ടർ ഓഫ് നൈൽ എന്നാണ് അറിയപ്പെട്ടത്. പല ലിറ്ററേച്ചർ ഇതിനകത്തെല്ലാം എഴുതിയ കാണാം. അതായത് അപ്പൊ അന്നേ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗ്രീസിൽ ഇതേപോലെ തന്നെ ടോർപേഡോ ഫിഷ്, പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക് കാറ്റ് ഫിഷ്, ഇതിൽ നിന്നെല്ലാം ഷോക്ക് കിട്ടിയിട്ട് അവർ ഇലക്ട്രിസിറ്റി സംഭവം ഉണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഈവൻ ഹെഡേക്കിന്റെ ട്രീറ്റ്മെന്റിന് പോലും അവർ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് അവർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു അന്ന് ഗ്രീസ് ആൾക്കാർ. അതേപോലെ തന്നെ അറേബ്യൻസും ഇലക്ട്രിസിറ്റി, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉള്ള സംഭവം ഉണ്ടെന്ന് അവർക്കറിയാം. കാരണം ആംബർ ക്ലോത്തിന് അവർ സിൽക്ക് വെച്ചിട്ട് റബ്ബ് ചെയ്യുമ്പോൾ അവർ ചെറിയ സ്പാർക്കുകളൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നല്ല അന്ന് മുതലേ അറിയാം. പിന്നെ ഒരുപാട് സയന്റിസ്റ്റുകൾ അതിന്റെ മുകളിൽ വർക്ക് ചെയ്തിട്ട് ഇന്നത്തെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചു. ഇപ്പോൾ നമുക്കറിയാം വോൾട്ടേജ് സിഗ്നലിന്റെ യൂണിറ്റ് എന്താ? വോൾട്ട് ആണ്. ഇലക്ട്രിക്കൽ കറന്റിന്റെ യൂണിറ്റ് എന്താ? ആംബിയർ ആണ്. പവറിന്റെ യൂണിറ്റ് എന്താ? വാട്ട് ആണ്. ഇവരെല്ലാരും ആരായിരുന്നു? ആംബിയർ, വോൾട്ട്, വാട്ട്, ഇതെല്ലാം സയന്റിസ്റ്റുകളുടെ പേരാണ്. അവരെല്ലാം അത്രയും സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻസ് ചെയ്തതിനെ കൊണ്ട് അത് റവല്യൂഷനൈസ് ചെയ്ത് ഇന്നത്തെ ഈ ലെവലിലേക്ക് എത്തിയാണ്. സോ ബേസിക്കലി ഈ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ടേം നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് AC/DC ആണ്. ഓക്കെ, AC സിഗ്നലും DC സിഗ്നലും. അപ്പൊ ഈ AC സിഗ്നൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ് ശരിക്കും AC ഫുൾ ഫോം. ഓക്കെ, സോ AC സിഗ്നൽ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം ഓൾട്ടർനേറ്റിംഗ് ഇൻ നേച്ചർ ആണ്. അതായത് അത് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുകയും ചെയ്യും, അതേപോലെ തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുകയും ചെയ്യും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടൈം ആക്സിസ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ ആസ് വെൽ ആസ് ഇറ്റ് കണ്ടിന്യൂസ്ലി വേരീസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അപ്പൊ നിങ്ങൾക്ക് കാണാം മാഗ്നിറ്റ്യൂഡ് ആദ്യം തന്നെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. നമ്മൾ ടൈം ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് പോകുന്നു, പീക്കിലെത്തുന്നു, പിന്നെ ഡിക്രീസ് ചെയ്ത് സീറോയിലെത്തുന്നു, പിന്നെ നെഗറ്റീവ്ലി ഇൻക്രീസ് ചെയ്ത് പീക്കിലെത്തുന്നു, പിന്നെ നെഗറ്റീവ്ലി ഡിക്രീസ് ചെയ്ത് സീറോയിലെത്തുന്നു. സോ മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു AC സിഗ്നലിന്റെ അകത്ത്. അതേപോലെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ആദ്യം പോസിറ്റീവ് ഡയറക്ഷൻ ആയിരുന്നു ഇവിടെ, പിന്നെ നെഗറ്റീവ് ഡയറക്ഷനായി, പിന്നെ പോസിറ്റീവ് ഡയറക്ഷനായി, പിന്നെ നെഗറ്റീവ് ഡയറക്ഷനായി, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ എ സിഗ്നൽ വിച്ച് പീരിയോഡിക്കൽ റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ and changes its magnitude continuously with respect to time is called an alternating signal.
അപ്പൊ നമുക്ക് ഈ റെസിഡൻഷ്യൽ പർപ്പസ് ആയിക്കോട്ടെ, ബിസിനസ് പർപ്പസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ നമുക്ക് ബേസിക്കലി AC സിഗ്നലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റെസിഡൻഷ്യൽ പർപ്പസ് പറയാൻ നമ്മൾ കിച്ചണിൽ മിക്സി, നമ്മൾ അല്ലാതെ നമ്മൾ TV നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പ്ലഗ് ചെയ്തിട്ടാണല്ലോ, നമ്മുടെ സോക്കറ്റിൽ പ്ലഗ് ചെയ്തിട്ടാണല്ലോ നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ വഴി നമുക്ക് കിട്ടുന്ന എന്താ AC സിഗ്നലാണ് നമുക്ക് കിട്ടുന്നത്. പ്രിന്റർ AC സിഗ്നലാണ്. ഇതെല്ലാം നമ്മൾ പ്ലഗ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ സോക്കറ്റിന്റെ മുകളിലാണല്ലോ. സോക്കറ്റ് വഴി കിട്ടുന്നത് എന്താ നമുക്ക് AC സിഗ്നലാണ്. ബിസിനസ് പർപ്പസിന് ഇതെല്ലാം തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ബേസിക്കലി AC സിഗ്നലാണ് യൂസ് ചെയ്യുന്നത്. DC ആകെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാറ്ററി, വാച്ചിന്റെ ബാറ്ററിയിൽ, പിന്നെ നമ്മുടെ വെഹിക്കിൾസിന്റെ ബാറ്ററിയിൽ, പിന്നെ നമ്മുടെ എന്താ പറയുക കാൽക്കുലേറ്ററിന്റെ ബാറ്ററിയിൽ, അങ്ങനെ ബാറ്ററി പർപ്പസിനും കാര്യങ്ങളിലൊക്കെ നമ്മൾ പൊതുവെ DC യൂസ് ചെയ്യാറുണ്ട്. അപ്പം AC-നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേവ് എന്ന് പറഞ്ഞാൽ സൈൻ വേവ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയാം, സൈൻ വേവ് ആണ്. സിനുസോയിഡ് സൈൻ വേവ് ആണ് സിഗ്നൽ. സോ AC-ന്റെ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി നമ്മൾ സൈൻ വേവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാറ്. ഓക്കെ, സോ ഇലക്ട്രിക്കൽ എനർജി പൊതുവെ ഇപ്പോ AC സിഗ്നൽ ഇത്ര ഇമ്പോർട്ടന്റ് ആവാൻ കാരണം ഇലക്ട്രിക്കൽ സിഗ്നൽ പൊതുവെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് AC-ന്റെ ഫോമിലാണ്. ഇലക്ട്രിക്കൽ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന AC ഫോമിലാണ്. കാരണം AC സിഗ്നൽ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം അതിന്റെ വാല്യൂ വോൾട്ടേജിന്റെ. അതേപോലെ സ്റ്റെപ്പ് ഡൗൺ യൂസ് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യാം അതിന്റെ വോൾട്ടേജിന്റെ വാല്യൂ. സോ പലപ്പോഴും നമ്മൾ നമ്മൾ സിഗ്നലിനെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ DC ഒക്കെ ആകുമ്പോൾ പവർ ലോസ് ഭയങ്കര കൂടുതലാണ്. AC ആകുമ്പോൾ പവർ ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം ഹൈ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ട് കറണ്ട് കുറച്ചിട്ട് അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ കാരണം നമുക്കറിയാം പവർ ഇസിക്കൽ ടു I²*R. പവർ കറണ്ടിന്റെ മുകളിൽ സ്ക്വയർ ടേം ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കറണ്ട് അധികം ഇൻക്രീസ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ പവർ ലോസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ട് കറണ്ട് പൊതുവെ കുറച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാറ്. ഓക്കെ, സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തുള്ളതിനെ കൊണ്ട് നമുക്ക്, അതായത് വോൾട്ടേജിന്റെ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എല്ലാം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷനിൽ വിത്ത് ലീസ്റ്റ് പവർ ലോസ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് AC വളരെ അതിന് പ്രിഫറബിൾ ആണ്, പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, സോ കൺസെപ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പൊ നമുക്കറിയാം നമുക്ക് രണ്ട് സിഗ്നൽ ഉണ്ടല്ലോ. അപ്പൊ AC ഉണ്ട്, DC ഉണ്ട്. DCന്റെ പ്രത്യേകത എന്താ? വിത്ത് റെസ്പെക്ട് ടു ടൈം കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് കുറയോ കൂടുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, കോൺസ്റ്റന്റ് ആണ്. ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നുണ്ടോ? അത് പോസിറ്റീവ് ഡയറക്ഷൻ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. നെഗറ്റീവ് DC ഉണ്ടാവാം, പക്ഷെ ഒന്നുകിൽ പോസിറ്റീവ് അല്ലെ നെഗറ്റീവ്. സോ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നില്ല, മാഗ്നിറ്റ്യൂഡും വ്യത്യാസം വരില്ല. അതാണ് DC. ഓക്കെ, സോ നമുക്ക് AC സിഗ്നലും DC സിഗ്നലും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നോക്കാം. AC സിഗ്നൽ ഡയറക്ഷൻ റിവേഴ്സസ് ഇസ് ഡയറക്ഷൻ. DC ഒരു ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. ഇത് ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്, ഇത് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ് ഇസ് വേരിയിങ്. അത് നമ്മൾ കണ്ട, അവിടെ നിന്ന് ഇൻക്രീസ് ചെയ്ത് മുകളിൽ പോകുന്നു, പിന്നെ ഡിക്രീസ് ചെയ്യുന്നു, പിന്നെ ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ ഡിക്രീസ് ചെയ്യുന്നു, അങ്ങനെ. പക്ഷെ ഇതിന്റെ എന്താ മാഗ്നിറ്റ്യൂഡ് എന്താ വ്യത്യാസം ഉണ്ടോ? കോൺസ്റ്റന്റ് ആണ്. അതാണ് രണ്ടാമത്തെ വ്യത്യാസം. ഫ്രീക്വൻസി, ഇതിന് ഫ്രീക്വൻസി ഉണ്ട്, ഇതിന് ഫ്രീക്വൻസി ഇല്ല. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. അത് ഡെഫിനിഷൻ കാര്യങ്ങളും നമുക്ക് മുമ്പ് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര ഇങ്ങനത്തെ സൈക്കിളുകൾ ഉണ്ട്, ഇതൊരു സൈക്കിൾ എന്ന് പറയും. അങ്ങനത്തെ എത്ര സൈക്കിൾ ഉണ്ട്, അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെ ഫ്രീക്വൻസി വരുന്നത്? ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ഒരു ചേഞ്ചും ഇല്ല, അതുകൊണ്ട് ഫ്രീക്വൻസി 0 ആണ്. ഓക്കെ, നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സിഗ്നൽ പവർ സപ്ലൈ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. US സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 60 ഹെർട്സിന്റെ അറൗണ്ട് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യാറ്. AC സിഗ്നൽ. സോ ഫ്രീക്വൻസി ഇതിനകത്ത് ഫ്രീക്വൻസി ഉണ്ട്, DC-യിൽ ഫ്രീക്വൻസി ഇല്ല. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ AC ആണ് പ്രിഫറബിൾ. മറ്റേത് DC പവർ ലോസ് ഭയങ്കര കൂടുതലായിരിക്കും. ഇലക്ട്രോൺസ് കീപ് സ്വിച്ചിങ് ഡയറക്ഷൻ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. അതുകൊണ്ടാണ് ഇത് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ പോകുന്നത്. DC-ന്റെ കേസിൽ എന്താ, ഒരൊറ്റ ഡയറക്ഷൻ ഉണ്ടാകാൻ കാരണം ഇലക്ട്രോൺ സ്റ്റഡി ഒരു ഡയറക്ഷനിൽ മാത്രം ട്രാവൽ ചെയ്യുന്നതുകൊണ്ടാണ്. AC-ന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ AC ജനറേറ്റർ അല്ലെങ്കിൽ മെയിൻസ്. AC ജനറേറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും AC സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സെൽ അല്ലെങ്കിൽ ബാറ്ററി യൂസ് ചെയ്തിട്ട് നമുക്ക് DC പ്രൊഡ്യൂസ് ചെയ്യാം, DC ജനറേറ്റർ യൂസ് ചെയ്യാം. പവർ ഫാക്ടർ 0 1 ആണ്, ഇതിന്റെ ഇടയിലായിരിക്കും. ഇവിടെ പവർ ഫാക്ടർ 1 ആണ്. ഇവിടെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞ ടേം എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. പവർ ഫാക്ടർ ഇത്ര മനസ്സിലാക്കുക, ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ട്രൂ പവർ ടു അപ്പാരന്റ് പവർ. അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള പവർ കിട്ടുന്നുണ്ട് എന്നത് മനസ്സിലാക്കാനുള്ള ഒരു ടേമാണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതിന്റെ കേസിൽ പവർ ഫാക്ടർ 1 ആണ്, ഇതിന്റെ കേസിൽ 0 1ന്റെ ഇടയ്ക്കാണ്. ഡേഞ്ചറസ്, ഇവിടെ വെരി ഡേഞ്ചറസ് ആണ്. കാരണം ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നില്ലല്ലോ, കണ്ടിന്യൂസ് സെയിം ഡയറക്ഷൻ ആണ്. ഇപ്പോൾ ഷോക്ക് എല്ലാം കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര
ഇതായിരിക്കും. രണ്ടെണ്ണം ഹസാർഡസ് ആണ്, ബട്ട് PC is comparatively more hazardous. AC റെപ്രസെന്റേഷൻ. അപ്പൊ AC സിഗ്നൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒന്നുകിൽ നമുക്ക് വേവ് ഫോം വെച്ച് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫേസർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. വേവ് ഫോം വെച്ചിട്ടാണെങ്കിൽ അത് ഇത് പ്രകാരമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു AC സൈൻ വേവ് യൂസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അതിനൊരു പീക്ക് വാല്യൂ ഉണ്ട്. അതായത് വിത്ത് എക്സ് ആക്സിസിന് മുകളിൽ ടൈം അല്ലെങ്കിൽ ഒമേഗ ടി ആയിരിക്കും. വൈ ആക്സിസിന് മുകളിൽ വോൾട്ടേജോ കറണ്ടോ പവറോ ആവാം. ഇതിന്റെ പോലെ സിഗ്നൽ ആയിരിക്കും. സോ അതാണ് വേവ് ഫോം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. V of t is equal to Vp into sin omega t plus theta. Vp എന്ന് പറയുന്നത് ഇത് പീക്ക് ആംപ്ലിറ്റ്യൂഡ് ആണ്, Vp. ഓക്കെ, V of t ബ്രാക്കറ്റിൽ t വരാൻ കാരണം വിത്ത് റെസ്പെക്ട് ടു ടൈം വേരിയേഷൻസ് ഉണ്ടായിരുന്നു. സൈൻ വേവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ AC സിഗ്നൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സൈൻ എഴുതി. ഒമേഗ ടി നമ്മൾ ഇതിന്റെ എക്സ് ആക്സിസിലുള്ള ടേം ഒമേഗ ടി ആണ്. ഓക്കെ, അതുകൊണ്ട് ഇത് പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയും. അത് നമുക്ക് എന്താണ്, നമുക്ക് ഫേസ് ഷിഫ്റ്റ് ഇപ്പൊ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ പഠിക്കാനുണ്ട്. തൽക്കാലം തീറ്റ എന്ന് പറയുന്നത് ഫേസ് ഇൻ ഡിഗ്രീസ് ഓർ റേഡിയൻ, അത് ഒരു ആംഗിൾ ആണ്. ഓക്കെ, ഇപ്പോ രണ്ട് സിഗ്നലിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ലീഡിങ് ആണോ ലാഗിങ് ആണോ എന്നെല്ലാം പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ തീറ്റ. നമുക്കത് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് നോക്കാം. ഫേസർ, അപ്പൊ മൂന്നാമത്തെ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഫേസർ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പൊ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒരു സാധനത്തിന് നമ്മൾ വെക്ടർ എന്ന് പറയും. ആ വെക്ടർ അഥവാ റൊട്ടേറ്റിംഗ് ഇൻ നേച്ചർ ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഫേസർ. അതായത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറന്റ് ആർ ട്രീറ്റഡ് ആസ് വെക്ടേഴ്സ്. അതായത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജും കറന്റിനെല്ലാം നമ്മളൊരു വെക്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം എന്താ, വെക്ടറിന് എന്താ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുന്ന ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കറിയാം ഈ സിഗ്നൽ നമുക്ക് എന്താ ഡയറക്ഷൻ ഇല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഡയറക്ഷൻ മാറുന്നില്ല. അപ്പൊ ഡയറക്ഷൻ ഉള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഇല്ലേ, ഇവിടെ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഇവിടെ പീക്ക് മാഗ്നിറ്റ്യൂഡ് Vp ഉണ്ട്. അങ്ങനെ ഒരു AC സിഗ്നലിന് ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ AC കറണ്ടോ മീൻസ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജോ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെല്ലാം നമുക്ക് വെക്ടർ സിഗ്നൽ ആണ്, വെക്ടർ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. വെക്ടർ ഒരു ക്വാണ്ടിറ്റിയാണ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ആ വെക്ടർ റൊട്ടേറ്റിംഗ് ഇൻ നേച്ചർ, എ റൊട്ടേറ്റിംഗ് വെക്ടർ ഈസ് കോൾഡ് എ ഫേസർ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ കാണാം ഈ ഇപ്പൊ ഒരു AC സിഗ്നൽ ഇവിടെ ഇങ്ങനെ വേരി ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഈ ഒമേഗ ടി എന്ന് പറയുന്ന സംഭവം ഇല്ലേ, ഇതൊരു ആംഗിൾ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം 30 ഡിഗ്രി ഇൻറ്റു 60 ഡിഗ്രി 90 120 150 180 210 240 270 300 330 360 അങ്ങനെ ആംഗിൾ വേരി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇതൊരു മാഗ്നിറ്റ്യൂഡും ഇല്ല. 30 ഡിഗ്രി ആകുമ്പോൾ ഇന്നൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, 60 ഡിഗ്രി ആകുമ്പോൾ ഇന്നൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, 90 ഡിഗ്രി ആകുമ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് AM മാക്സിമം. ഓക്കെ, നിങ്ങൾക്ക് പല ഇവിടെ ഞാൻ BP എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേരിയബിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. A എന്ന് റെപ്രസെന്റ് ചെയ്യാം, വേണമെങ്കിൽ B എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഇതിനെ AP എന്ന് റെപ്രസെന്റ് ചെയ്യാം, AM എന്ന് റെപ്രസെന്റ് ചെയ്യാം. അത് ഡിപ്പെൻഡ് ചെയ്യും. വോൾട്ടേജ് ആണെങ്കിൽ പൊതുവെ നമ്മൾ V എന്ന് പറയുന്ന ആൽഫബറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യും. കറണ്ട് ആണെങ്കിൽ I വച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. I of t is equal to IP sin omega t plus theta എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. പവർ നമുക്ക് അതേപോലെ നമുക്ക് ആൽഫബറ്റ് പ്രശ്നമല്ല. ഇവിടെ കാണിച്ചിരിക്കുന്നത് A എന്ന് പറഞ്ഞ ആൽഫബറ്റ് വെച്ചിട്ടാണ്. ഇപ്പൊ AM ആണ് ഇതിന്റെ മാക്സിമം പീക്ക് വാല്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇക്വേഷൻ A of t equal to AM sin omega t plus phi എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഈ സിഗ്നലിന്. അപ്പൊ ഇതിന്റെ ഫേസർ വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. റൊട്ടേറ്റിംഗ് ഫേസർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഇത്. അതെങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് കാണാം, ഇതൊരു വെക്ടർ ആണ്. ഈ കാണുന്ന ഓരോ ആരോ എന്ന് പറയുന്നത് വെക്ടർ ആണ്. ഓക്കെ, ആ ഓരോ വെക്ടറിനും മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ വെക്ടർ എടുത്തോ നിങ്ങൾ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഇതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇതിന്റെ മുകളിൽ നമുക്ക് എഴുതാട്ടോ 5 വോൾട്ട് എന്നോ 10 വോൾട്ട് എന്നോ 15 വോൾട്ട് എന്നോ 20 വോൾട്ട് എന്നൊക്കെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിന് നമുക്ക് പറയാം. അപ്പൊ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഇതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഡയറക്ഷൻ എത്രയാ? ഇത്രയും ആംഗിൾ ആണ് അതിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇനി ഈ വെക്ടർ സോ ഈ സൈൻ വേവിന്റെ ഈ ഒരു പോയിന്റിലെ വാല്യൂ നമുക്ക് വെക്ടർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഈ പോയിന്റിലെ വാല്യൂ എത്ര? ഇത്ര മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, അതിന് ആംഗിൾ എത്രയാ? 30 ഡിഗ്രിയാ. അതേ സംബന്ധം നമുക്ക് ഫേസർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അത് ഇവിടെ എഴുതാം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം മാഗ്നിറ്റ്യൂഡ് എത്രയാണോ. ഓക്കെ, ലെങ്ത് എന്നിട്ട് ആംഗിൾ എത്രയാ അത്രയും ആംഗിൾ ഇവിടെ കൊടുത്താണ് 30 ഡിഗ്രി. ഇനി അടുത്ത് നോക്കാം, ഇതിന് ഈ ഒരു പോയിന്റിലെ വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേറൊരു ആറോ യൂസ് ചെയ്തിട്ട് ആംഗിൾ എത്രയാ? 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രി മാഗ്നിറ്റ്യൂഡ് എത്രയാ? അത്ര നമുക്ക് റെപ്രസെന്റ് ചെയ്യാം.
അങ്ങനെ ഈ ഓരോ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഓരോ ആംഗിളിലും ഓരോ വാല്യൂ ഉണ്ടാവും. 90 ഡിഗ്രിയിൽ ഒരു വാല്യൂ ഉണ്ട്, 120 ഡിഗ്രിയിൽ ഒരു വാല്യൂ ഉണ്ട്, 150 ഒരു വാല്യൂ ഉണ്ട്, 180 ഒരു വാല്യൂ ഉണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് ആ ഓരോ പോയിന്റിലത്തെ ഫേസർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. 30 ഡിഗ്രിയിൽ ഒരു വാല്യൂ, 60 ഡിഗ്രിയിൽ ഒരു വാല്യൂ, 90 ഡിഗ്രിയിൽ ഒരു വാല്യൂ, 120 ഡിഗ്രിയിൽ ഒരു വാല്യൂ, 150 ഡിഗ്രിയിൽ ഒരു വാല്യൂ, 180 ഡിഗ്രിയിൽ ഒരു വാല്യൂ. അങ്ങനെ ഫുൾ 360 ഡിഗ്രി വരെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിലോ സർക്കിളായി മാറും. ഈ 360 ഡിഗ്രി ആണല്ലോ സർക്കിൾ. അതിനാണ് നമ്മൾ ഫേസർ എന്ന് പറയുന്നത്. അപ്പോൾ ഫേസർ വെച്ചിട്ട് നമുക്ക് ഒരു AC സിഗ്നലിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഫേസർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. Okay, so that's the representation. That's about the representation of AC. Waveform വെച്ചിട്ടും ഇക്വേഷൻ വെച്ചിട്ടും ഫേസർ വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യുക AC. ഇനി അടുത്ത കോംപ്ലക്സ് വേവ് ഫോംസ്. കോംപ്ലക്സ് വേവ് ഫോം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് എപ്പോഴും ഒരു സിഗ്നൽ AC സിഗ്നൽ തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ഏതൊരു വേവ് ഫോം എടുക്കുക, ദാറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് വേവ് ഫോംസ്. ഓക്കെ, ഇപ്പോൾ ഒരു സ്ക്വയർ വേവ് നമുക്ക് എടുക്കാം. ഒരു സ്ക്വയർ വേവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കുറേ സൈൻ വേവ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് സ്ക്വയർ വേവ്. കുറെ ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ഉള്ള സൈൻ വേവ്സിനെ നമുക്ക് പ്രത്യേക രീതിയിൽ ആഡ് ചെയ്യുമ്പോൾ അത് സ്ക്വയർ വേവ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ട്രയാങ്കുലർ വേവ്, എഗെയിൻ ട്രയാങ്കുലർ വേവ് ഈസ് മേഡ് അപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് വേവ്സ്. അപ്പൊ ഏതൊരു വേവ് ആയാലും അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് വേവ്സ് കുറെ ഉണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ സിഗ്നൽ നിങ്ങൾ നോക്കുക, റെഡ് കളറിലെ ഈ സിഗ്നൽ. ഓക്കെ, അതിന്റെ ബാക്കിലുള്ള ഡാഷ്ഡ് ലൈൻ കൊണ്ടുള്ള സിഗ്നൽ നിങ്ങൾ വിട്ടേക്ക്. ഈ ഒരു സിഗ്നൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക, റെഡ് കളറിലുള്ള സിഗ്നൽ മാത്രം. ഈ സിഗ്നൽ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പൊ ഈ സിഗ്നലിന് 1ഉം 2ഉം ഈ രണ്ട് സിഗ്നലിനെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അത് ഈ സിഗ്നൽ ആയിട്ട് മാറുന്നു. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, വയലറ്റ് കളറിൽ ഒരു സിഗ്നൽ ഇങ്ങനെ പോകുന്നു. അത് ഏത് സിഗ്നലാണ്? സിഗ്നൽ 1 ആണ്. പിന്നെ ഇവിടെ ഒരു സിഗ്നൽ കാണാം, അത് ഏത് സിഗ്നലാണ്? സിഗ്നൽ 2 ആണ്. അപ്പോൾ 1ഉം 2ഉം സിഗ്നൽ ഫസ്റ്റ് ഹാർമോണിക് അല്ല ഫണ്ടമെന്റൽ സിഗ്നലും സെക്കൻഡ് ഹാർമോണിക് സിഗ്നലും കൂടി ആഡ് ചെയ്തപ്പാണ് ഈ 6 എന്ന് പറയുന്ന സിഗ്നൽ ഉണ്ടാക്കിയിരിക്കുന്നത്. That means signal 6 is a complex signal which is made up of signal 1 and 2. അടുത്ത നോക്കാം, സിഗ്നൽ 7 നോക്കാം. സിഗ്നൽ 7 ഉണ്ടാക്കിയിരിക്കുന്ന ഏതൊക്കെ വെച്ചിട്ടാണ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, അതായത് സിഗ്നൽ 1ഉം എന്ത് ചെയ്തു, പിന്നെ ഈ സിഗ്നൽ ബാക്കിലുള്ള സിഗ്നൽ, അതായത് സിഗ്നൽ 1ഉം സിഗ്നൽ 3ഉം. ഓക്കെ, ഈ 1ഉം 3ഉം കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ റെഡ് കളറിലെ ഈ സിഗ്നൽ 7 ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് സിഗ്നൽ 7 ഈസ് അഗൈൻ കോംപ്ലക്സ് വേവ് ഫോം എന്ന് പറയാം നമുക്ക്. അങ്ങനെ ഓരോ സിഗ്നലിനെയും നമുക്ക് പല പല സിഗ്നലുകൾ ആഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതും അതേപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഈ സിഗ്നൽ 1ഉം 4ഉം കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ സിഗ്നൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം ഈ സിഗ്നൽ 1ഉം വേറെ ഏതെങ്കിലും സിഗ്നലും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഓരോ സിഗ്നൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ കോംപ്ലക്സ് വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a waveform that is made up of series of sine waves. കുറെ different sine waves ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സിഗ്നൽ ആണ് കോംപ്ലക്സ് വേവ് ഫോം. These series of sine waves consist of fundamental frequency and many harmonics. അപ്പോൾ ഈ നമ്മൾ ഒരു കോംപ്ലക്സ് വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഒരു കുറെ ടൈപ്പ് ഓഫ് സൈൻ വേവ്സിനെ ആഡ് ചെയ്തിട്ടായിരിക്കും ഒരു കോംപ്ലക്സ് വേവ് ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് ഒന്ന് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആയിരിക്കും, പിന്നെ ബാക്കിയുള്ള ഹാർമോണിക്സും ആയിരിക്കും. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്താണെന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഇത് നോക്കുക, ഈ ഹാഫ് പീരീഡ് എടുക്കുക. ഓക്കെ, ഇത്രയും പകുതി എടുക്കുക. ഇത് മൊത്തം ടൈം പീരീഡ്, ആ ടൈം പീരീഡിന്റെ പകുതി എടുക്കുക, ഹാഫ്. ഈ ഹാഫിന്റെ ഉള്ളിൽ അടുത്ത സിഗ്നൽ നോക്കുക. ഈ ഹാഫിനുള്ളിൽ ഇതിന്റെ അകത്ത് ഒരു ഫുൾ സൈൻ വേവ് വരുന്നുണ്ട്. ഇതിന്റെ ഈ പകുതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് ഒരു ഫുൾ സൈൻ വേവ് വരുന്നുണ്ട്. അപ്പൊ എത്ര പാർട്ട് വരുന്നുണ്ട്? ഒരു പോസിറ്റീവ് സൈഡും വരുന്നുണ്ട്, ഒരു നെഗറ്റീവ് സൈഡും വരുന്നുണ്ട്. അതായത് 1, 2 രണ്ടെണ്ണം ഇതിന്റെ ഹാഫിന്റെ ഉള്ളിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് സെക്കൻഡ് ഹാർമോണിക്. ഇനി ഇതേ ഹാഫിന്റെ ഉള്ളില് ഇവിടെ എത്ര എണ്ണം വരുന്നുണ്ട്? 1, 2, 3 തേർഡ് ഹാർമോണിക് എന്ന് പറയും. ഇതേ ഹാഫിന്റെ ഉള്ളിൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 അല്ലെ, 4 എണ്ണം വരുന്നില്ലേ ഇതേ ഹാഫിന്റെ ഉള്ളിൽ. സോ ഇറ്റ് ഈസ് ഫോർത്ത് ഹാർമോണിക്. അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, ഇതിന്റെ ബേസ്ഡ് ആയിട്ടാണ് ബാക്കി എല്ലാത്തിനും കാര്യങ്ങൾ പറയുന്നത്. സോ ദിസ് ഈസ് ഫണ്ടമെന്റൽ ഓഫ് ഫസ്റ്റ് ഹാർമോണിക്. ബാക്കിയില്ല ഇപ്പൊ 2 എണ്ണം വരികയാണെങ്കിൽ സെക്കൻഡ് ഹാർമോണിക്, 3 പാർട്ട് വരികയാണെങ്കിൽ തേർഡ് ഹാർമോണിക്, 4 എണ്ണം വരിക ഫോർത്ത് ഹാർമോണിക്. അപ്പൊ ബേസിക്കലി ഏതൊരു വേവ് കോംപ്ലക്സ് വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സമ്മേഷൻ ഓഫ് എ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആൻഡ് മെനി ഹാർമോണിക്സ്. ഇവിടെ ഏതാ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയും സെക്കൻഡ് ഹാർമോണിക്കും ആഡ് ചെയ്തു. ഇവിടെ ഏതാ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയും തേർഡ് ഹാർമോണിക്കും ആഡ് ചെയ്തു.
ഇവിടെ ചെയ്താൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഫോർത്ത് ഹാർമോണിക് ആഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഒരു പുതിയ സിഗ്നൽ കോംപ്ലക്സ് വേവ് ഫോമിനെ ഉണ്ടാക്കുക. സ്ക്വയർ വേവ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിഗ്നലാണ്. സ്ക്വയർ വേവിന്റെ അകത്ത് എന്താണ് ഒരു ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആൻഡ് സീരീസ് ഓഫ് ഓഡ് ഹാർമോണിക്സ്, കുറെ ഓഡ് ഹാർമോണിക്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 എന്ന് പറയുന്നത് എന്താ ഈവൻ ഹാർമോണിക്ക, 3 എന്ന് പറയുന്നത് എന്താ ഓഡ് ഹാർമോണിക്ക, 4 എന്ന് പറഞ്ഞാൽ ഈവൻ ഹാർമോണിക്ക. സോ സ്ക്വയർ വേവില് ഒരു ഫണ്ടമെന്റൽ ഹാർമോണിക്കും ഉണ്ടാവും, പിന്നെ ഫണ്ടമെന്റൽ സിഗ്നലും, പിന്നെ കുറെ ഓഡ് ഹാർമോണിക്സ്, അതായത് തേർഡ് ഹാർമോണിക്, ഫിഫ്ത്ത് ഹാർമോണിക്, സെവൻത്ത് ഹാർമോണിക്, നയൻത്ത് ഹാർമോണിക്, അങ്ങനത്തെ സാധനങ്ങൾ ആഡ് ചെയ്തതാണ്. ട്രയാങ്കുലർ വേവിന് അതേപോലെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയോ ഓഡ് ഹാർമോണിക്സും ആയിരിക്കും ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ ഓഡ് ഹാർമോണിക്സിനെല്ലാം ഫേസ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫേസില് ഈ എന്താ പറയാ ചിലപ്പോൾ തിരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. സോ തൽക്കാലം എത്ര മനസ്സിലാക്കാം. അപ്പൊ ട്രയാങ്കുലർ വേവ് എല്ലാം ഫേസിന്റെ കാര്യങ്ങൾ നമ്മൾ പറയാണ്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസിൽ നമുക്ക് ഫേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോകും. അതേപോലെ സോട്ടൂത്ത് വേവ് ഫോമോ എല്ലാം തന്നെ നമുക്ക് ഒരു ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയും പിന്നെ കുറെ ഹാർമോണിക്സും നേരത്തെ ആഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു സിഗ്നലിന്റെ അകത്തുള്ള ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് ഫൊറിയർ അനാലിസിസ് യൂസ് ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ എൻ്റെ അടുത്ത് ഈ സിഗ്നൽ ആണല്ലോ, റെഡ് കളറിലെ ഈ സിഗ്നൽ, ഇത് ഏതൊക്കെ സിഗ്നൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അറിയണമെങ്കിൽ ഫൊറിയർ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചെടുക്കാം, വേർതിരിച്ചെടുക്കാം. അതായത് ഈ ഒരു ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയും ഈ ഫോർത്ത് ഹാർമോണിക് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് ഫൊറിയർ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത എ സി വേവ് ഫോം ടേംസ്. അപ്പോൾ എ സി വേവ് ഫോംസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ടേമുകൾ ഉണ്ട് നമുക്ക് പഠിക്കാം. ആ ടേമുകൾ ഏതാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സൈക്കിൾ. ഓക്കെ, സൈക്കിൾ എന്ന് പറഞ്ഞാൽ വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് സൈൻ വേവ് കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അതായത് ഒരു ഇതും അതായത് പോസിറ്റീവ് പാർട്ടും ഒരു നെഗറ്റീവ് പാർട്ടും കൂടി ചേർത്താൽ അതിനെ നമ്മൾ പറയുന്ന ഒരു സൈക്കിൾ. ഇത് പോസിറ്റീവും നെഗറ്റീവും ചേർത്ത രണ്ടാമത്തെ സൈക്കിൾ. അടുത്ത് ഇവിടെ വേറെ ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവും ചേർത്ത മൂന്നാമത്തെ സൈക്കിൾ. അതാണ് സൈക്കിൾ. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, ഒരു പോസിറ്റീവ് ഹാഫും ഒരു നെഗറ്റീവ് ഹാഫ് കൂടി ചേർന്നതിന് ഒരു സൈക്കിൾ ഉണ്ട്. ടൈം പീരീഡ്, ഒരു പോസിറ്റീവ് ഹാഫും ഒരു നെഗറ്റീവ് ഹാഫും കൂടി ചേർന്നതിന്റെ മൊത്തം ടൈം എത്ര ടൈം എടുക്കുന്നു, ടൈം ആക്സിസിന്റെ അകത്ത് ഇതിന് ഇത്ര ടൈം, മറ്റേ നെഗറ്റീവ് ഹാഫിന് ഇത്ര ടൈം, അപ്പൊ അത് മുഴുവൻ ചേർന്നാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം ടേക്കൻ ഫോർ സിഗ്നൽ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ, ഒരു സൈക്കിൾ തീർക്കാൻ വേണ്ടിയിട്ട് സിഗ്നലിന് എത്ര സമയം എടുത്തു അതാണ് ടൈം. സെക്കൻഡ്സിലെ മില്ലി സെക്കൻഡ്സിലൊക്കെയാണ് പൊതുവെ ഇവിടെ മെൻഷൻ ചെയ്യാറ് ടൈം. അടുത്ത ഫ്രീക്വൻസി, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് ദാറ്റ് എ സൈൻ വേവ് കംപ്ലീറ്റ്സ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു എത്ര സൈക്കിൾ വരുന്നത്. ഇതൊരു സൈക്കിള്, ഇതൊരു രണ്ടാമത്തെ സൈക്കിൾ. ഇപ്പൊ 1 എന്ന് എഴുതി എവിടെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ 1 സെക്കൻഡ് ഇതാണെന്ന് വിചാരിക്കുക, ഈ പോയിന്റ് ആണ് 1 സെക്കൻഡ് വരുന്നത്. അപ്പൊ ആ 1 സെക്കൻഡിന്റെ ഉള്ളിൽ എത്ര എണ്ണം വന്നു, 1, 2. അപ്പൊ ഫ്രീക്വൻസി എന്താന്ന് പറയും, 2 എന്ന് പറയും. ഫ്രീക്വൻസി 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, 1 സെക്കൻഡിനുള്ളിൽ 2 സൈക്കിൾ ഉണ്ട് അർത്ഥം. ഓക്കെ, 500 ഹേർട്സ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് ഫ്രീക്വൻസിന് യൂണിറ്റ് ഹേർട്സ് ആട്ടോ. ടൈം പീരീഡിന്റെ യൂണിറ്റ് സെക്കൻഡ്സ് അല്ലെങ്കിൽ മില്ലി സെക്കൻഡ്സ് ആണ്. അപ്പൊ ഒരു സെക്കൻഡ് ഉള്ളിൽ എത്ര സൈക്കിൾ വന്നു അതാണ് ഫ്രീക്വൻസി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സെക്കൻഡ് ഇതാ, ഇതിന്റെ ഉള്ളിൽ എത്ര എണ്ണം വന്നു, 1, 2. ഇത് വേറൊരു സൈൻ വേവ് ആണ്, ഇതിന്റെ ഉള്ളിൽ എത്ര എണ്ണം വന്നു ഒരു സെക്കൻഡ് ഉള്ളിൽ, 1, 2, 3, 4. അപ്പൊ ഇവിടെ ഫ്രീക്വൻസി 4, ഇവിടെ ഫ്രീക്വൻസി 2 ആണ്. യൂണിറ്റ് ഹേർട്സ് ആണ്, അല്ലെ സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറയും യൂണിറ്റ്. ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള ബന്ധം, അതായത് ഫ്രീക്വൻസി ഇവിടെ പറഞ്ഞു, ടൈം പീരീഡ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്. അപ്പം ടൈമിന്റെ ഇൻവേഴ്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. 1 ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി. അപ്പം ഇവിടെ ഫ്രീക്വൻസി 2 ആണ്, ഇവിടെ ഫ്രീക്വൻസി 4 ആണ്. അപ്പൊ ഇത് ലോവർ ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറയാം, ഇത് ഹയർ ഫ്രീക്വൻസി സിഗ്നൽ. അതായത് ഇതിനേക്കാളും ഫ്രീക്വൻസി കൂടുതൽ ഈ സിഗ്നൽ എന്നാണ് പറയാം. ഇത് വോൾട്ടേജ് ആവാം, കറണ്ട് ആവാം, വേറെ ഏത് പാരാമീറ്റർ ആവാം. അടുത്ത ആംപ്ലിറ്റ്യൂഡ് ഓർ പീക്ക് വാല്യൂ. ഇപ്പൊ വോൾട്ടേജ് ആണ് നമ്മുടെ സിഗ്നൽ എങ്കിൽ നമ്മൾ ഇവിടെ വി നെയ്തു, ഇവിടെ ടിയോ ഒമേഗ ടിയോ ആയിരിക്കും. ഇപ്പൊ വോൾട്ടേജ് ആ സിഗ്നൽ, ഇതിന്റെ ഈ പീക്ക് വാല്യൂവിനെ നമ്മൾ വി പി എന്ന് വിളിക്കും. ഇപ്പൊ കറണ്ട് ആയിരുന്നു ഇവിടെ സിഗ്നൽ എങ്കിൽ അതിന്റെ പീക്ക് വാല്യൂ നമ്മൾ ഐ പി എന്ന് വിളിക്കും. ഓക്കെ, സോ മാക്സിമം വാല്യൂ അല്ല, നമുക്ക് മനസ്സിലായല്ലോ അതെന്താ പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ, അല്ല ആംപ്ലിറ്റ്യൂഡ് അല്ല പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാക്സിമം വാല്യൂ ഇത് വി പി, ഇതിന്റെ മൈനസ് വി പി ആയിരിക്കും. കറണ്ട് ആണ് സിഗ്നൽ ആണെങ്കിൽ ഇത് ഐ പി, ഇത് മൈനസ് ഐ പി ആയിരിക്കും. പീക്ക് ടു പീക്ക് വാല്യൂ, വോൾട്ടേജ് സിഗ്നൽ ആണെങ്കിൽ വി പി പി എന്ന് വിളിക്കും, കറണ്ട് സിഗ്നൽ ആണ് ഐ പി പി എന്ന് വിളിക്കും.
അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, ഈ മൊത്തം ഡിസ്റ്റൻസ് എത്ര ഉണ്ട്, അതാണ് VPPR അല്ല IPP. ഓക്കെ, ഇത് ഇവിടെ പീക്ക് വാല്യൂ മാത്രമേ ഇൻഡിക്കേറ്റ് ചെയ്തുള്ളൂ. VPP അതാ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് തൊട്ടിട്ട് ഈ പോയിന്റ് വരെ എന്നെ വാല്യൂ പീക്ക് ടു പീക്ക് വാല്യൂ, അതാണ് സഫിക്സ് PP എഴുതിയത്. ഓക്കെ, ഇവിടെ PP എഴുതാൻ കാര്യം പീക്ക് ടു പീക്ക് വാല്യൂ, പീക്ക് ടു പീക്ക്. അപ്പൊ കറണ്ട് ആണ് സിഗ്നൽ എങ്കിൽ I എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും, വോൾട്ടേജ് ആണെങ്കിൽ V എന്ന് റെപ്രസെന്റ് ചെയ്യും. ഫേസ് ഡിഫറൻസ്, ഇതാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫേസിന്റെ കാര്യം ഇപ്പോൾ ω t അല്ലെ തീറ്റയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് വിചാരിച്ചു. ഇവിടെ വോൾട്ടേജ് ആണ്, രണ്ട് സിഗ്നൽ ഉണ്ട്, VA എന്ന് പറഞ്ഞ സിഗ്നൽ ഉണ്ട്, VB എന്ന് പറഞ്ഞ സിഗ്നൽ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഇത് ഒരേ പോയിന്റിലാണ് തുടങ്ങുന്നത്. ഇവിടെ തുടങ്ങുന്നു, ഇവിടെ ഒരേ പോയിന്റിൽ സീറോയിൽ എത്തുന്നു, എഗെയിൻ ഇവിടെ അവസാനിക്കുന്നത് ഒരേ പോയിന്റിൽ തന്നെ. ദാറ്റ് മീൻസ് ദി സിഗ്നൽ VA VB എന്ന് പറയുന്ന സിഗ്നൽ ഒരേ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരേ പോയിന്റിൽ സീറോ ക്രോസ് ചെയ്യുന്നു, ഒരേ പോയിന്റിൽ എൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദേ ആർ കോൾഡ് ഇൻ ഫേസ് സിഗ്നൽ. ഇവിടെ ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾക്ക് അറിയാം, VA ആംപ്ലിറ്റ്യൂഡ് വലുതാണ് VB-നെക്കാളും. ഓക്കെ, VB ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ സിഗ്നൽ ആണ്, VA ആംപ്ലിറ്റ്യൂഡ് കൂടിയ സിഗ്നൽ. പക്ഷെ ആംപ്ലിറ്റ്യൂഡ് അല്ല പ്രശ്നം, ഫേസ് ആണ്. ഫേസ് എക്സ് ആക്സിസിന്റെ മുകളിലാണ് നമ്മൾ ഫേസ്. സോ ഇവർ ഒരേ സമയത്ത് തുടങ്ങുന്നു, ഒരേ സമയത്ത് അവസാനിക്കുന്നു, ഒരേ സമയത്ത് സീറോ ക്രോസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻ ഫേസ് സിഗ്നൽ. ഈ രണ്ട് സിഗ്നലും ഇൻ ഫേസ് ആണെന്ന് പറയും. പക്ഷെ അതേ സ്ഥാനത്ത് ഇപ്പൊ രണ്ട് സിഗ്നൽ, ഇപ്പൊ VA സീറോന്ന് സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ പോകും, VB കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇവർ തമ്മിൽ സീറോ ക്രോസ് ചെയ്യുന്ന ഒരേ സമയത്തല്ല. VA ആദ്യം ക്രോസ് ചെയ്യുന്നു, VB എന്നിട്ട് ക്രോസ് ചെയ്യുന്നു. VA ആദ്യം എൻഡ് ചെയ്യുന്നു, VB എന്നിട്ടാണ് എൻഡ് ചെയ്യുന്നത്. VA ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ടാണ് VB സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവർ തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്, അതാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഫേസ് ഡിഫറൻസ് തീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം VA എന്ന് പറയുന്ന സിഗ്നൽ VB-നെ ലീഡ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, VA അല്ല ആദ്യം തുടങ്ങിയിട്ട് ആദ്യം തീരുന്നത്, സോ VA ലീഡ് ചെയ്യുന്നു എന്ന് പറയാം. VA ലീഡ്സ് VB, അല്ലെ നമുക്ക് എന്താ പറയാ, VB ലാഗ്സ് VA സിഗ്നൽ എന്ന് പറയാം. VB VA-നെക്കാൾ ലാഗ് ചെയ്യുക, പിന്നിലാകുന്നു. സോ ഇപ്പൊ VA-നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന VA എന്ന് പറയുന്ന സിഗ്നൽ റെപ്രസെന്റ് ചെയ്യുന്ന VM sin ωt എന്നാണെങ്കിൽ VM അതിന്റെ പീക്ക് ആംപ്ലിറ്റ്യൂഡ് ആക്കാം. VB എന്ന് പറയുന്നത് VM sin ωt മൈനസ് തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യണം. ആ മൈനസ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, മൈനസ് റെപ്രസെന്റ് ചെയ്യുന്നത് VB എന്ന് പറയുന്ന സിഗ്നൽ VA എന്ന് പറയുന്ന സിഗ്നലിന്റെ പുറകിലാണ്. ഓക്കെ, തീറ്റ അതാണ് ഫേസ് ആംഗിൾ, ഫേസ് ഡിഫറൻസ് തീറ്റ. ഓക്കെ, RMS വാല്യൂ എടുത്തത്. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഇതെന്താ പറയുന്നത് പറഞ്ഞാൽ it is defined as that value of DC current which when flowing through a given circuit or device for a given time will produce the same amount of heat as produced by alternating quantity when flowing through the same circuit element for the same time. അതായത് നമ്മളെടുത്ത സർക്യൂട്ട് എന്ന് വിചാരിച്ചു, ഞാൻ അതിൻ്റെ അകത്തേക്ക് AC സിഗ്നൽ കൊടുത്തു, 5 മിനിറ്റ് നേരത്തേക്കാണ് കൊടുക്കുന്നത് വിചാരിച്ചു. അപ്പൊ അത് ഒരു 10 കിലോ ജൂൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിച്ചു. ഓക്കെ, എൻ്റെ അടുത്ത സർക്യൂട്ട് ഉണ്ട്, ഞാൻ അതിൻ്റെ അകത്തേക്ക് AC സിഗ്നൽ കൊടുത്തു, 5 മിനിറ്റ് നേരത്തേക്കാണ് ഫ്ലോ ചെയ്യാൻ സമ്മതിക്കുന്നത്. അപ്പൊ അതവിടെ ഹീറ്റ് ഡെസിപ്പേഷൻ ഉണ്ടാവില്ലേ, അത് ഉണ്ടാക്കുന്ന ഹീറ്റ് ഡെസിപ്പേഷൻ 10 കിലോ ജൂൾ ആണെന്ന് വിചാരിച്ചു. ഇനി ഇത് AC ആണ് കൊടുത്തത്. സോ ഇനി എനിക്ക് എത്ര DC, അതേ സർക്യൂട്ടിൽ കൂടെ എത്ര DC കടത്തി വിടണം, 5 മിനിറ്റ് നേരത്തേക്ക് തന്നെ എത്ര DC കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇതേ 10 കിലോ ജൂൾ ഓഫ് എനർജി എനിക്ക് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുക, ആ വാല്യൂ ഓഫ് DC കറന്റിനെയാണ് RMS വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു സർക്യൂട്ടിന്റെ അതിനകത്തേക്ക് AC വിട്ടു, 5 മിനിറ്റ് നേരത്തേക്ക് വിട്ട് 10 കിലോ ജൂൾ ഹീറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്ത് വിചാരിച്ചു. ഒരു ജസ്റ്റ് ഒരു വാല്യൂ പറയാം കേട്ടോ, 10 കിലോ ജൂൾ ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിചാരിച്ചു. അതേ 10 കിലോ ജൂൾ ഓഫ് ഹീറ്റ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യണം വീണ്ടും അതേ സർക്യൂട്ടിൽ അതേ സമയത്ത് 5 മിനിറ്റ് കൊണ്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷെ ആരെ വെച്ചിട്ട്, DC കറണ്ടിനെ വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ എത്ര വാല്യൂ, എത്ര ആംപ്ലിറ്റ്യൂഡ് ഉള്ള DC സിഗ്നൽ ഞാൻ വിടണം such that 10 കിലോ ജൂൾ ഓഫ് heat is produced. That is known as RMS value. അതാ പറഞ്ഞിരിക്കുന്നത്. It is defined as that value of DC current which when flowing through a given circuit for a given time will produce the same amount of heat as produced by alternating current when flowing through the same circuit for the same time. അതാണ് RMS value. ഇനി ഇതിനെ എഫക്റ്റീവ് വാല്യൂ ഓഫ് വേരിയിങ് കറണ്ട് ഓർ വോൾട്ടേജ് സിഗ്നൽ എന്നും പറയും. ഇതിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് എല്ലാ സ്ക്വയർ റൂട്ട് RMS റൂട്ട് മീൻസ് സ്ക്വയർ റൂട്ട് ഓഫ് ഓൾ AC values
then square root of all values are taken, then average of the square values over a complete cycle is calculated, then square root of this average is calculated. Root mean square. Okay. ഇപ്പോൾ ഒരു AC സിഗ്നലിന്റെ അതിൻ്റെ അകത്ത് കുറേ വാല്യൂസ് ഉണ്ടാവില്ലേ, ആ എല്ലാ വാല്യൂസിന്റെയും സ്ക്വയേഴ്സിന്റെ മീൻ എടുത്തിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ RMS വാല്യൂ കിട്ടുക. ഓക്കെ, RMS വാല്യൂന്റെ ഒരു ഫോർമുല ഉണ്ട്. സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ മീൻ, അതായത് ആവറേജ് ഓഫ് സ്ക്വയർ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് C സ്ക്വയർ അങ്ങനെ ഡിവൈഡഡ് ബൈ n ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് C സ്ക്വയർ എക്സെട്ര ഡിവൈഡഡ് ബൈ n. അതുപോലെയാണ് RMSന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ പോയിന്റിലെ ACന്റെ ഓരോ പോയിന്റിലെ വാല്യൂ എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക, അതിന്റെ മീൻ എടുക്കുക, എന്നിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ RMS വാല്യൂ കിട്ടും. സോ ഈ പീക്ക് വാല്യൂ RMS വാല്യൂ തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പീക്ക് വാല്യൂ VP നമുക്കറിയാലോ, ഇതാണല്ലോ പീക്ക് വാല്യൂ VP. അതിന് 0.707 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ RMS വാല്യൂ. ഒരു AC സിഗ്നലിന്റെ നമുക്ക് RMS വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പീക്ക് വാല്യൂ എത്രയാണ് നോക്കാം. അതിനെ പിടിച്ചിട്ട് 0.707 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ RMS വാല്യൂ. 0.707 എന്ന് പറഞ്ഞാൽ 1/√2 കേട്ടോ. അതിനെങ്ങനെ എഴുതിയെന്നുള്ളൂ, 1/√2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അടുത്ത ആവറേജ് വാല്യൂ. Average value of alternating quantity is defined as the sum of its values divided by total number of values. അതായത് ഇപ്പൊ AC സിഗ്നലിൽ ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. അതേപോലെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങനെ പലത്. അപ്പൊ ഈ സിഗ്നലിന്റെ എല്ലാ വാല്യൂസും പോസിറ്റീവ് ഹാഫിലെ എല്ലാ വാല്യൂസും നെഗറ്റീവ് ഹാഫിലെ എല്ലാ വാല്യൂസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ആവറേജ് വാല്യൂ. അത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. ഇവിടെ -5 ഉണ്ടെങ്കിൽ, അല്ല ഇവിടെ 5 ഉണ്ടെങ്കിൽ ഇവിടെ -5 ഉണ്ടാവും, ഇവിടെ -2 ഉണ്ടെങ്കിൽ ഇവിടെ -2 ഉണ്ടാവും. അപ്പൊ എന്തായാലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫിന്റെ എല്ലാം നെഗറ്റീവ് ഹാഫിലെ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 0 ആയി പോകില്ല. സോ ആവറേജ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ എടുക്കുമ്പോ, വീണ്ടും ഒരു കംപ്ലീറ്റ് സൈക്കിൾ എടുക്കണം. കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഉണ്ടാവണം, നെഗറ്റീവ് ഉണ്ടാവണം. ഒരു കംപ്ലീറ്റ് സൈക്കിൾ ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 0. പക്ഷെ ഒരു ഹാഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ആവറേജ് വാല്യൂ 0 അല്ല. ഇവിടുത്തെ വാല്യൂ പ്ലസ് ഇവിടുത്തെ വാല്യൂ പ്ലസ് ഇവിടുത്തെ വാല്യൂ പ്ലസ് ഇവിടുത്തെ വാല്യൂ പ്ലസ് ഇവിടുത്തെ വാല്യൂ, അങ്ങനെ എല്ലാ വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി കിട്ടും. പക്ഷെ ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ എടുക്കുകയാണെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫിനെയും വാല്യൂ ക്യാൻസൽ ചെയ്തു. അപ്പൊ ആവറേജ് വാല്യൂ എങ്ങനെ കണ്ടിരിക്കുക? പീക്ക് വാല്യൂനെ 0.637 എന്ന് പറയുന്ന വാല്യൂനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് വാല്യൂ ആയി. ഇപ്പം ആംഗിളിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മള് ആംഗിളിനെ നമുക്ക് ഡിഗ്രിയിൽ റെപ്രസെന്റ് ചെയ്യാം, റേഡിയനിൽ റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. അത് പറയാൻ പറഞ്ഞത് 0 ഡിഗ്രീനെ 0 എന്ന് റെപ്രസെന്റ് ചെയ്യും, 45 ഡിഗ്രീനെ റേഡിയൻസിലാണ് π/4 എന്ന് റെപ്രസെന്റ് ചെയ്യും, 90 ഡിഗ്രീനെ π/2 എന്ന് റെപ്രസെന്റ് ചെയ്യും, 180 ഡിഗ്രീനെ π എന്ന് റെപ്രസെന്റ് ചെയ്യും, 270 ഡിഗ്രീനെ 3π/2 എന്ന് റെപ്രസെന്റ് ചെയ്യും, 360 ഡിഗ്രീനെ 2π എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അടുത്ത ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ. നമ്മളിപ്പോ അവിടെ RMS വാല്യൂ കണ്ടുപിടിച്ചില്ലേ? ഓക്കെ, ആവറേജ് വാല്യൂ അറിയാം. അപ്പൊ RMS വാല്യൂനെ പിടിച്ച് ആവറേജ് വാല്യൂ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.707 IM നെ 0.637 IM ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.11 കിട്ടും. അതാണ് ഫോം ഫാക്ടർ. പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ടു RMS വാല്യൂ. മാക്സിമം വാല്യൂ എന്താ? VP അല്ല IM. VP അല്ലെങ്കിൽ VM അല്ലെങ്കിൽ IM. സോ IM നെ പിടിച്ചിട്ട് RMS വാല്യൂ 0.707 IM വെച്ച് ഡിവൈഡ് ചെയ്താൽ IM കട്ടായി 1 ഇത് വരും, ദാറ്റ് ഈസ് 1.414. ഇതാണ് പീക്ക് ഫാക്ടർ. പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ ഫാക്ടർ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പവറിനകത്ത് എത്ര പവർ നമുക്ക് കാര്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. യൂസ്ഫുൾ പവറിനെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി യൂസ് ചെയ്യും. ഇത് ബേസിക്കലി അത് വോൾട്ടേജും കറണ്ടിന്റെ ഇടയിലെ ഒരു ആംഗിൾ ആണ്. ഓക്കെ, പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജും കറണ്ടും ഒരു റെസിസ്റ്റർ ഉണ്ട്, അതിന്റെ ഉള്ളിൽ കൂടെ ഒരു വോൾട്ടേജ്, അതിന്റെ അക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ കൂടെ ഒരു കറണ്ട് പോകും. അപ്പൊ ആ റെസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അക്രോസിലെ വോൾട്ടേജും അതിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ടും തമ്മിലെ ആംഗിൾ, കൊസൈൻ ഓഫ് ദ ആംഗിൾ, അതാണ് പവർ ഫാക്ടർ. ഇറ്റ്സ് ഗിവൺ ബൈ cos phi equal to R/Z. R റെസിസ്റ്റൻസ് Z എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് ആണ്. ഇമ്പിഡൻസ് എന്താ നമ്മൾ പിന്നീട് നോക്കും. ഇമ്പിഡൻസ് ബേസിക്കലി ടോട്ടൽ ഒപ്പോസിഷൻ, ഒരു സർക്യൂട്ടിന്റെ ടോട്ടൽ ഒപ്പോസിഷൻ ആണ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ കറണ്ട് ഫ്ലോന്റെ എഗെയിൻസ്റ്റ് ഉള്ള ഒപ്പോസിഷൻ ആണ് റെസിസ്റ്റൻസ്. ഇൻഡക്ടർ കറണ്ട് ഫ്ലോന്റെ എഗെയിൻസ്റ്റ് ഉള്ള ഒപ്പോസിഷൻ ആണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്.
കപ്പാസിറ്റർ ഓഫർ കറന്റ് ഫ്ലോന്റെ അഗേൻസ്റ്റ് ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷൻ കപ്പാസിറ്റി റിയാക്ടൻസ്. ഈ റെസിസ്റ്റൻസും കപ്പാസിറ്റി റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇതെല്ലാം കൂടി സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി ഒപ്പോസിഷനെ പറയുന്ന പേരാണ് ഇംപിഡൻസ്. സോ യൂഷ്വലി power factor is given by cos phi, and phi is the angle between voltage and current, and it is given by R by Z. If power factor of a distribution transformer 0.6% ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് പവർ ഫാക്ടറിന്റെ വാല്യൂ എന്തായാലും 1-നേക്കാട്ട് കുറവായിരിക്കും കേട്ടോ. മീൻസ് ഇപ്പൊ 1-ന് താഴെ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പൊ സപ്പോസ് 0.6 ആണ് പവർ ഫാക്ടറിന്റെ വാല്യൂ എന്ന് വിചാരിച്ചു. ഓക്കെ, 0.6 ആണെങ്കിൽ അതിന്റെ മീനിങ് 60%, ടോട്ടൽ പവറിന്റെ 60% നമുക്ക് യൂസ്ഫുൾ പവർ ആണ്. അത് ലോഡിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. പവർ ഫാക്ടർ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇറ്റ് മീൻസ് വോൾട്ടേജ് ആൻഡ് കറന്റ് ആർ നോട്ട് ഇൻ ഫേസ്. മീൻസ് പവർ ഫാക്ടർ ലെസ് ദാൻ 1 ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻ ഫേസ് അല്ല എന്ന് അർത്ഥം. അതായത് രണ്ട് വാല്യൂസും ഇങ്ങനെ മുകളിൽ കയറിയിട്ടായിരിക്കില്ല. മീൻസ് ഇൻ ഫേസ് ആണെങ്കിൽ രണ്ടെണ്ണവും ഒന്നിന്റെ മുകളിൽ ഒന്ന് കയറിയിട്ട് ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരേ സമയത്ത് എൻഡ് ചെയ്യുന്നു, ഒരേ സമയത്ത് 0 ക്ലോസ് ചെയ്യുന്നു. ഇത് ഇങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ വി എന്ന് പറയുന്ന സംഭവം മുമ്പിലോ ബാക്കിലോ ആണെങ്കിൽ ഇത് മുമ്പോട്ടോ ബാക്കോട്ടോ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഐദർ ലീഡിങ് ഓർ ലാഗിങ്. ഓക്കെ, ലോ പവർ ഫാക്ടർ ആണെങ്കിൽ ലോ എനർജി ലോസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ,